കർത്താവേ, എന്റെ ദൈവമേ. 23-ാം ദിവസം. പാലയൂരിൽ അമ്പലക്കുളത്തിനരികെ തോമാസ് ലീഹ സുവിശേഷവുമായി. തോമാസ് ലീഹ സുവിശേഷം പ്രസംഗിച്ച 7ാമത്തെ സ്ഥലം പാലയൂരായിരുന്നു. സ്ലീഹ പാലയൂരെത്തുമ്പോൾ അവിടത്തെ അമ്പലക്കുളത്തിൽ പിതൃതർപ്പണം നടത്തുകയായിരുന്ന ഏതാനും ബ്രാഹ്മണരെ കണ്ടുമുട്ടി. മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ജലം മുകളിലേക്കെറിഞ്ഞ് അവർ തർപ്പണം നടത്തുകയായിരുന്നു. അവരിൽ നിന്നും പ്രസ്തുത കർമ്മത്തിന്റെ അർത്ഥം ഗ്രഹിച്ച തോമാസ് ലീഹ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവങ്ങൾക്ക് സ്വീകാര്യമായിരുന്നുവെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് എറിയുന്ന ജലം അവർ സ്വീകരിക്കുമായിരുന്നു. അത് താഴോട്ട് വരികയില്ലായിരുന്നു. അത് അസാധ്യമാണെന്നും പ്രകൃതി നിയമങ്ങൾക്കെതിരാണെന്നും ബ്രാഹ്മണർ മറുപടി പറഞ്ഞു. എന്നാൽ താൻ വിശ്വസിക്കുന്ന ഏകസത്യ ദൈവം അപ്രകാരം ചെയ്യുമെന്ന് തോമാസ് ലീഹ ഉറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ താൻ പ്രസംഗിക്കുന്ന സത്യമതം സ്വീകരിക്കുകയാണെങ്കിൽ അത് ചെയ്തു കാണിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രാഹ്മണർ സമ്മതിച്ചു. പരിശുദ്ധ ത്രിത്വത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളത്തിൽ കുരിശടയാളം വരച്ചതിനു ശേഷം ഒരു കൈ വെള്ളമെടുത്ത് അദ്ദേഹം മുകളിലേക്കെറിഞ്ഞു. മുകളിലെത്തിയ ജലഗണങ്ങൾ വജ്രം പോലെ തിളങ്ങിക്കൊണ്ട് വായുവിൽ തങ്ങി നിന്നു. താഴേക്ക് നോക്കിയ ബ്രാഹ്മണർ അപ്പസ്തോലൻ വെള്ളമെടുത്തിടത്ത് ഒരു ചെറിയ കുഴിയും കണ്ടു. അത്ഭുത പരതന്ത്രരായ അവർ സ്ലീഹായിൽ വിശ്വസിക്കുകയും ചിലർ അവിടെ വെച്ചു തന്നെ മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു. പാലയൂരിൽ ആകെയുണ്ടായിരുന്ന 40 ബ്രാഹ്മണ കുടുംബങ്ങളിൽ 34 മാമോദിസ സ്വീകരിച്ചു. ബാക്കിയുള്ളവർ ഒരു മനയൂർ എന്ന ഒരു കുടുംബമൊഴികെ പാലയൂർ വിട്ടുപോയി. കോപിഷ്ഠരായ അവർ അടുത്ത കൊളീനി വേമനാട് എന്നു പറഞ്ഞ് ആ സ്ഥലത്തെ ശപിച്ചതിനു ശേഷമാണ് അവിടം വിട്ടുപോയത്. അന്നുമുതൽ ആ സ്ഥലം ശാപക്കാട് എന്ന പേരിൽ അറിയപ്പെട്ടു. അതാണ് ഇന്ന് പാലയൂരിനടുത്തുള്ള ചാവക്കാട് എന്ന സ്ഥലം. ഇന്നും ബ്രാഹ്മണർ ഈ സ്ഥലത്തു നിന്നും ഒന്നും കഴിക്കാറില്ല എന്ന് പറയപ്പെടുന്നു. വിചിന്തനം. കർത്താവിൽ എന്നും എൻ്റെ ആശ്രയം. ഇതായിരുന്നു തോമാസ് ലീഹയുടെ ജീവിത മുദ്രാവാക്യം. അവിടുന്ന് കൈവിടുകയില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ബ്രാഹ്മണന്മാരുടെ മുൻപിൽ ഈ വെല്ലുവിളി വയ്ക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. പ്രാർത്ഥിക്കുന്നവൻ്റെ അർത്ഥനകൾ അവിടുന്ന് ഒരിക്കലും നിരസിക്കുകയില്ല. തോമാസ് ലീഹയെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവൻ മരണ പ്രശ്നമായിരുന്നു. പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ തൻ്റെ ദൗത്യം അവിടം കൊണ്ട് തീരുമായിരുന്നു. എല്ലാവരുടെയും മുൻപിൽ അപമാനിതനാകുമായിരുന്നു. എന്നാൽ ഇന്നുവരെ കൂടെ നിന്ന കർത്താവ് ഇനിയും കൈവിടുകയില്ലെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ശക്തമായ വിശ്വാസത്തെ കണ്ടില്ലെന്ന് നടിക്കുവാൻ കർത്താവിന് സാധിക്കുമോ? കർത്താവിൻ്റെ കാര്യങ്ങൾക്കായി നാം അധ്വാനിക്കുമ്പോൾ അവിടുത്തെ സഹായം എന്നും ഉണ്ടായിരിക്കും. ഈശോയ്ക്ക് വേണ്ടിയും അവിടുത്തെ സുവിശേഷത്തിനു വേണ്ടിയും ജീവിക്കുമ്പോൾ ഏതു വെല്ലുവിളിയും ഏറ്റെടുക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. സുവിശേഷം ജീവിക്കുക തീർച്ചയായും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ധൈര്യപൂർവം കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കാവശ്യമായിരിക്കുന്നത് നമ്മുടെ കർത്താവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ആ വിശ്വാസം ഏതു പ്രതിസന്ധിയിലും നമ്മെ പരിരക്ഷിക്കും.